നമസ്കാരം, ഞാൻ ദേവാങ്ക്. ഹയ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറാണ്. ഹയനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ജേണി ആയിരുന്നു ഹയ എന്ന് പറയുന്നത്. എൻ്റെ സുഹൃത്ത് ഫാഹിസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് ഈ ഒരു കഥ എന്നിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷനാണ് ഹയയുടെ കഥ ഉണ്ടാവുന്നത്. ഹയയുടെ യാത്ര തുടങ്ങുന്നത് ഒരു ദിവസം ദേവാങ്ക് എന്നെ വിളിച്ച് കോളേജിലേക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. ആദ്യം ഇതൊരു ഷോർട്ട് ഫിലിമിനായിരുന്നില്ല, ഒരു റീലിന് വേണ്ടിയായിരുന്നു ഞാൻ എഴുതി കൊടുത്തത്. പിന്നീട് ടെക്നിക്കൽ സൈഡിലുള്ളവർക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ഇതൊരു ഷോർട്ട് ഫിലിമിലേക്ക് മാറുകയായിരുന്നു. ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു. പിന്നെ അത് ഷോർട്ട് ഫിലിം ആയപ്പോൾ അതിൻ്റെ ലെങ്ത്ത് പോരാ, എലമെൻറ്റ്സ് പോരാന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കൂടുതൽ സീൻസ് ആഡ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കറക്ഷന് വേണ്ടി ഒരു മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഡെയിലി വിളിച്ച് ഞങ്ങൾ സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഫോണിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ കോളേജിൽ എത്തി ഞാൻ ഇതിൻ്റെ DOP ചെയ്ത സിറാജും എഡിറ്റ് ചെയ്ത അലീഫിനോടും ഞാൻ വെറുതെ ആ കഥ അവർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, വെറുതെ ഒരു കഥ അവരോട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് അവർക്കത് ഭയങ്കര ഇഷ്ടമായി. ആ കഥ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അപ്പം തന്നെ സിറാജ് പറഞ്ഞു, ഇത് ഞാൻ ക്യാമറ ചെയ്യാം, അലീഫ് എഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ പരിപാടി തുടങ്ങുന്നത്. പ്രാർത്ഥനയും ഞാനും സിറാജും കൂടിയാണ് ഇതിൻ്റെ സ്റ്റോറി ബോർഡ് വരച്ച് ഞങ്ങൾ പ്രീ വർക്ക് തുടങ്ങുന്നത്. ഈ ഷോർട്ട് ഫിലിം എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഒരു കുറേ കാര്യങ്ങളും പിന്നെ കുറേ ഫണ്ണും ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോറി എനിക്ക് പറഞ്ഞു തരുന്നത് ദേവാങ്കാണ്. ദേവാങ്ക് ക്ലാസ് ടൈമിൽ പറഞ്ഞ് നമ്മളൊരു ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നീ കഥ കേൾക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കഥ. ദേവാങ്ക് പിന്നെ കാസ്റ്റും ക്രൂവിൻ്റെയും കാര്യത്തിൽ ഓൾറെഡി ഒരു ഐഡിയ ഉള്ളായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ദിവസം DOP സിറാജും പിന്നെ ദേവാങ്കും കൂടി ഞങ്ങളൊരു ചെറിയൊരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി. അവർക്കൊക്കെ ഇഷ്ടമായി, ഞങ്ങളെ ഹോൾ ടീം ഭയങ്കര ഇഷ്ടമായി, ഒന്ന് ഓണായി. നമ്മൾ കുറേ സ്റ്റോറി ബോർഡൊക്കെ ഇതിന് മുമ്പ് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നല്ല ഫ്രെയിംസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറേ റിസൾട്ട് ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേവാങ്ക് ഫസ്റ്റ് എന്നോട് വന്ന് കഥ പറഞ്ഞ സമയത്ത് അതിൻ്റെ ട്വിസ്റ്റ് കണ്ടപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റിംഗ് തോന്നി. ട്വിസ്റ്റ് എന്തെങ്കിലും വർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ദേവാങ്ക് അതൊരു ചെറിയ മൊബൈലിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പടാണെന്ന് ദേവാങ്ക് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞു, ദേവാങ്ക് നമുക്ക് കുറച്ചൊരു വലുതാക്കിയിട്ട് തന്നെ ചെയ്യാം, ക്യാമറയിൽ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തത്. ഇതിലും ഒരുപാട് പ്രശ്നങ്ങൾ ഷൂട്ടിന് മുന്നേ ഉണ്ടായിരുന്നു. നമുക്ക് ക്യാമറ കിട്ടാത്തൊരു വിഷയം വന്നു. പിന്നെ അത്തരത്തിലുള്ള കുറച്ച് വിഷയങ്ങൾ കാരണം ഇതിങ്ങനെ എന്താ പറയുക മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത് ഷൂട്ട് ചെയ്തത് ഒരു നോമ്പ് കാലത്താണ്. നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പോയിന്റിൽ നിന്ന് പോകുന്നത് തോന്നി. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ നമുക്കിത് മുന്നോട്ട് പോയി. വ്യൂവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത വ്യൂവേഴ്സാണ് ഷോർട്ട് ഫിലിമിന് വന്നത്. ഞങ്ങളൊരു പ്രൈവറ്റ് ചാനലിലിട്ട് ഒരുപാട് വ്യൂവേഴ്സിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് പറ്റി. പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ സപ്പോർട്ട് അതും ഇതിനെ വലിയ രീതിയിൽ പറയേണ്ടതാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പൾ മക്ബൂൽ സാർ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തന്നത്. വലിയൊരു പ്രോസസ്സ് തന്നെയായിരുന്നു ഹയ എന്ന് പറയുന്നത്. അത് ഒരുപാട് മാറ്റങ്ങൾ ഞാനും ഫായിസ് ഇരുന്നിട്ട് ആ സ്ക്രിപ്റ്റിനെ മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ആ പ്രോസസ്സിലൊന്നും പല സാധനങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തൊരു കഥാപാത്രം അതൊന്നും ആദ്യം ഫസ്റ്റ് പ്രോസസ്സിലില്ല, ആ സ്ക്രിപ്റ്റിലില്ലായിരുന്നു. അപ്പോൾ ഞാനും ഫായിസും ഇരുന്ന് അതിനൊന്നും മാറ്റി. എന്ന് വെച്ചാൽ നമുക്ക് മറ്റേത് മാത്രമാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എന്നുള്ള ഒരു അഭിപ്രായം വന്നപ്പോഴാണ് ഒരു അഡീഷണൽ സീനായിട്ട് ഒരു കഫേ സീൻ ഞാൻ അതിൻ്റെ അകത്ത് അഡീഷണൽ കയറ്റിയത്. ഞങ്ങൾക്ക് തോന്നി ഇതിൽ കോമഡി എലമെൻറ്റ്സ് കുറവാണെന്ന്. അപ്പോൾ കോമഡിയും കൂടി ആഡ് ചെയ്യാനാണ് ദേവാങ്കിൻ്റെ സീൻസ് ആഡ് ചെയ്തത്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ഞാനല്ല ആ ക്യാരക്ടർ ചെയ്യേണ്ടത്. എൻ്റെ മനസ്സിൽ ഞാനായി ചെയ്യണമെന്നൊന്നും എൻ്റെ മനസ്സിൽ ആഗ്രഹമില്ല. പക്ഷേ അതെന്തോ എനിക്കൊരു പോയിന്റ് തോന്നിയപ്പോൾ തോന്നി എനിക്ക് ഒരു അഭിനയിക്കണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട് മനസ്സിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ അസോസിയേറ്റിനോടും പറഞ്ഞ് നമുക്കത് ഞാൻ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്തത്. പക്ഷേ സത്യം പറയാലോ ആ ഒരു ക്യാരക്ടർ ഇത്രയും സെലിബ്രേറ്റ് ആവുന്നോ അല്ലെങ്കിൽ ഇത്രയും അംഗീകാരങ്ങൾ ഇപ്പോൾ എൻ്റെ ഡയറക്ഷനെ പറ്റി അല്ല ആൾക്കാർ സംസാരിക്കുന്നത്, ഞാൻ ചെയ്ത ആക്ടിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആ ക്യാരക്ടറും ഷോർട്ട് ഫിലിമും ഞങ്ങൾ വിചാരിച്ചതിൽ നല്ല രീതിയിൽ തന്നെ ഓഡിയൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ദേവാങ്കിൻ്റെ നേതൃത്വത്തിൽ എനിക്കൊരു നല്ലൊരു പൊസിഷൻ കിട്ടി ഡയറക്ടർ ടീമിലേക്ക്. അതെനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനും കഴിഞ്ഞുണ്ട്. ഡയറക്ഷൻ നന്നായി ചെയ്തിട്ടുണ്ട് ദേവാങ്ക്. കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ക്യാമറ ആയാലും നമുക്ക് ക്യാമറ കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് പോയി എടുക്കേണ്ട ആവശ്യം, അത് ദേവാങ്ക് നടന്ന് പോയി എടുത്തു വന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മെയിൻ കാരണം ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് റമദാൻ മാസത്തിലായിരുന്നു. അതുകൊണ്ട് നോമ്പുള്ളത് കാരണം ഞങ്ങൾക്കൊന്നും അങ്ങനെ ഓവർ വെയിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ദേവാങ്ക് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി. ദേവാങ്കിന് പ്രത്യേകിച്ച് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇല്ല, അതുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പണിയും ദേവാങ്ക് തന്നെയാണ് ചെയ്തത്.
പിന്നെ ഇതിൽ കാര്യമായിട്ട് പറയേണ്ട 2 പേരുകൾ, DOP സിറാജുൽ അമീൻ, എഡിറ്റർ അലി ഫൻസിൽ. സിറാജിനോടാണ് ഞാൻ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പറയുന്നത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് അവനാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രീ വർക്ക് തുടങ്ങി, കാസ്റ്റിംഗ് തുടങ്ങി, സ്റ്റോറി ബോർഡ് തുടങ്ങി, അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ആ ടീമിനൊക്കെ ആദ്യം ഞങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ അലീഫ് സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത് എഡിറ്ററായിട്ട്. അലീഫും നമ്മളെ ഷൂട്ടിംഗ് പ്രോസസ്സിലും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഞാനും ഇടയ്ക്ക് സെറ്റിൽ പോകാറുണ്ടായിരുന്നു. എൻ്റേതായ ഐഡിയാസും സജഷൻസൊക്കെ ഡയറക്ടറുമായി ഡിസ്കസ് ചെയ്യാനും ഞാനും പോകാറുണ്ടായിരുന്നു. അത് എഡിറ്റിങ്ങിൽ വളരെ ഉപകാരപ്പെട്ടതുമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എഡിറ്ററെ കുറിച്ചാണ്. എഡിറ്ററും ഡയറക്ടറും ആണ് ഈ ഫിലിം മൊത്തത്തിൽ. അതായത് എനിക്ക് ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് കാലം പനി വന്നിരുന്നു. അവസാനത്തെ 2 ഡേയ്സാണ് തോന്നുന്നുണ്ട് ഷൂട്ടിങ്. ആകെ 4-5 ദിവസം ഷൂട്ടിങ്ങിനായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ. എടുക്കാൻ DOP സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ ആളില്ല. അപ്പോൾ നമ്മൾ എഡിറ്റർ അലി ഫൻസിൽ തന്നെയാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. അതായത് ക്ലൈമാക്സ് പോർഷനൊക്കെ അലീഫ് തന്നെയാണ് ചെയ്തത്. ഏകദേശം പകുതിൻ്റെ അടുത്ത് വരെയുള്ളോളം അലീഫ് തന്നെയാണ് ചെയ്തത്. സിറാജ് ഒരു 1-2 ദിവസം ഹെൽത്ത് ഇഷ്യൂ ആയ സമയത്ത് നമ്മുടെ എഡിറ്ററായിട്ടുള്ള അലീഫാണ് ആ ഒരു ക്ലൈമാക്സ് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തത്. ദേവാങ്കാണ് എന്നെ ഈ എഡിറ്ററാക്കിയതിൽ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനിത് എഡിറ്ററായിട്ട് വന്നത്. ഡയറക്ടർ ആയാലും DOP ആയാലും ഞാനായാലും നമ്മൾ ക്ലാസ്സിൽ നിന്ന് ചില കഥകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനിടയിൽ ഡയറക്ടർ എന്നോടും DOPനോടുമാണ് കഥ ഫസ്റ്റ് തന്നെ പറയുന്നത്. 2 മാസത്തോളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും ഡയറക്ടർ മാത്രമായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റിങ്ങിൻ്റെ പുറമെ ഞാൻ എഡിറ്ററാണ് ജോയിൻ ചെയ്തെങ്കിലും മാർക്കറ്റിംഗ് സൈഡിലായാലും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പോസ്റ്റർ ഡിസൈനിലായാലും അതേപോലെ ടൈറ്റിൽ, ആനിമേഷൻ, VFX അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളും കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 50,000 വ്യൂസ് എത്തി നിൽക്കുകയാണ് നമ്മളെ ഷോർട്ട് ഫിലിം. ഡയറക്ടറോട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് 50K സാധനം ഉണ്ട് എന്ന് ഞാൻ ദേവാങ്കിനോട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ദേവാങ്കിനോട് പറഞ്ഞാൽ അതൊന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് ദേവാങ്ക് അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല വ്യൂസും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത ചാനലിലും നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ ഷോർട്ട് ഫിലിം വന്ന കാരണം. എന്തായാലും വളരെ സന്തോഷം. കാരണം ഈ ഷോർട്ട് ഫിലിം ഇത്ര വലിയൊരു വിജയമാവുന്നോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരിലേക്ക് എത്തുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇത്ര വലിയ വിജയമാക്കി തന്നത് പ്രേക്ഷകർ തന്നെയാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ടീമിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പല രീതിയിൽ ഇത് ഷെയർ ചെയ്തു, കുറേ ആളിലേക്ക് ഇത് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. ഇപ്പം തന്ന സപ്പോർട്ട് എല്ലാവരും ഞങ്ങൾക്ക് മുന്നോട്ടും തരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലൂടെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.